ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ബീഫ് കറിയാണ്. ഓക്കെ, കുറെ നാളായി ചേച്ചി പറയുന്നു ബീഫ് കറി, എന്റെ ബീഫ് കറി വെച്ച് ഞാൻ വെച്ച് കഴിക്കണം എന്നുള്ളത്. അത് ആഗ്രഹം സബലീകരിക്കാൻ പോവാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വെച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ അനിയനാണ് കേട്ടോ ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ ആള് ഇവിടെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വാരി ഒരു കുക്കറിനകത്ത് ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ 2 കിലോ ബീഫുണ്ട്. അപ്പോൾ നോക്കാം ഇതിനകത്തോട്ട് എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത്. ആളങ്ങനെ അളവുകളൊന്നും പറയില്ല. ഇത് ഒരല്പം മഞ്ഞൾപ്പൊടി എന്നൊക്കെയാണ് പറയുന്നത്. അതെ, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇതേ ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് നിറപറയുടെ മീറ്റ് മസാലയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് നല്ലോണം അങ്ങോട്ട് കുഴയ്ക്കണം കേട്ടോ ആള്. പിന്നെ ആളുടെ ശബ്ദമൊന്നും വരാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല എന്നാണ് പറഞ്ഞേ. ആ ബീഫിനകത്തുള്ള വെള്ളം മതി ഇത്രേ. അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആൾ. ഇപ്പോൾ കുക്കർ നന്നായിട്ട് അടയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ അടുപ്പിൽ വെച്ചു. ഇനിയിപ്പോൾ മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലൊരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 വലിയ സവോള സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു അല്പം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 6 വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ആളെടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളൊക്കെയാണ്. ഇത് നിറപറയുടെ മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതിൻ്റെ ഒന്നും അളവ് പറഞ്ഞിട്ടില്ല, എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പറയാമെന്നാണ് പറയണേ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്, 1/2 മുറി തേങ്ങയുടെ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു പാത്രമൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ ആളൊഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരല്പം ഉപ്പ് കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ദേ ഇഞ്ചി, പിന്നെന്താടാൻ പോണേ പച്ചമുളക്, കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതേ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷമേ തക്കാളി ഇടുള്ളൂ എന്ന്. അപ്പോൾ പുള്ളി എപ്പോഴും വെറൈറ്റി ആയിട്ട് ചെയ്യാറുള്ളൂ എന്ന്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അതേ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞ്. അതുപോലെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മീറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം 1 ടീസ്പൂണാണെന്നാണ് പറഞ്ഞ്. അതും കൂടി ഇട്ടിട്ട് ദേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ ദേ ഇപ്പോൾ നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫ് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഓ, എന്തായാലും കൊള്ളാം, നല്ല മണമാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി മണമാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തണ്ടെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എന്നാലും പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും നല്ലൊരു മണം വരുന്നുണ്ട്. എന്തായാലും ഒരു കഷ്ണം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. അപ്പോൾ ഞാൻ പുള്ളീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറച്ച് ആ തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വറുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നല്ലൊരു കളറും നല്ലൊരു മണവും. അയ്യോ, ഇപ്പം തന്നെ പൊറോട്ടയും കൂട്ടി അടിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് നല്ലൊരു കളർ. നോക്കിയാൽ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കഷ്ണം കഴിക്കുകയും കൂടെ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീറ്റ് മസാല ഇട്ടിട്ട്, ഞാൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ഗരം മസാലയെ യൂസ് ചെയ്യാറുള്ളൂ. എന്തായാലും ശരി, കിട്ടുവാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ബീഫ് കറി. എല്ലാവർക്കും ബീഫ് കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. Bye bye.